സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ മാസം ഇതുവരെ 200-ലേറെ പേർക്കാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. 30ഓളം പേർക്ക് എലിപ്പനിയും ബാധിച്ചു. വൈറൽ പനി ബാധിച്ച് 5 ദിവസത്തിനിടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 40,000-ഓളം രോഗികളാണ്. രോഗബാധിതർ കൂടുമ്പോഴും കാരുണ്യ ഫാർമസികളിലടക്കം മരുന്ന് ക്ഷാമവും രൂക്ഷം. നീണ്ട നിരയാണ് സർക്കാർ ആശുപത്രികളിൽ. പനിക്ക് ചികിത്സ തേടിയെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല. നവംബറിലും ഡിസംബറിലും കണ്ട അതേ കാഴ്ചയാണ് പുതുവർഷത്തിലും സർക്കാർ ആശുപത്രികൾക്ക് മുന്നിൽ. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 10,000-ന് മുകളിലാണ്. മലപ്പുറത്തും കോഴിക്കോടുമാണ് പനിബാധിതരിലധികവും. സാധാരണ വൈറൽ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും ആളുകളിൽ ബാധിക്കുന്നുണ്ട്. 5 ദിവസത്തിനിടെ ഡെങ്കി സ്ഥിരീകരിച്ചത് 200-ലേറെ പേർക്ക്. ഒരു മരണവും ഡെങ്കി മൂലമുണ്ടായി. 30-ലേറെ പേർക്ക് എലിപ്പനിയും ബാധിച്ചു. ചിക്കൻ ബോക്സും H1N1 ബാധിച്ചും ആളുകൾ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പനിയും അനുബന്ധ രോഗങ്ങളും ബാധിക്കുമ്പോൾ മരുന്നുക്ഷാമം രോഗികളെ രോഗത്തെക്കാളേറെ ബുദ്ധിമുട്ടിക്കുന്നു. സർക്കാർ ആശുപത്രികളിലും കാരുണ്യ ഫാർമസികളിലും വേണ്ടത്ര മരുന്നില്ല. രോഗിക്ക് 5-6 മരുന്നുകൾ ഡോക്ടർ കുറിച്ചു നൽകിയാൽ 2 എണ്ണം മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുക. ബാക്കി പുറത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഭീമമായ തുക നൽകി വാങ്ങേണ്ടി വരും. എല്ലാ മരുന്നും കിട്ടിയില്ല. വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. പൈസ ഉണ്ട് വാങ്ങിക്കാൻ. വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പൈസ എല്ലാം വാങ്ങിക്കാം. ഇവിടെ നിന്ന് വാങ്ങിക്കാൻ, വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ, വീട്ടിൽ പോകാൻ അനുബന്ധി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും രോഗവ്യാപനത്തിന് കുറവില്ല. കഴിഞ്ഞ മാസങ്ങളിൽ പനിബാധിതരുടെ എണ്ണം കൂടുമെന്ന വിലയിരുത്തൽ വകുപ്പിനുണ്ടായിരുന്നു. പുതുവർഷത്തിലെ ആദ്യ ഒരാഴ്ചയിലും സ്ഥിതിക്ക് മാറ്റമില്ല. കാലാവസ്ഥാ മാറ്റം രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നു. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നോടൊപ്പം തത്സമയം ചേരുന്നു. ഷിജോ, കഴിഞ്ഞ മാസം തന്നെ ഈ പനിബാധയെക്കുറിച്ച് ആരോഗ്യവകുപ്പ് സംസാരിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം നോക്കൂ, ഇപ്പോൾ പനിബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഡെങ്കിയും എലിപ്പനിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ നേരത്തെ അറിഞ്ഞിട്ടും വേണ്ട തരത്തിലുള്ള പ്രിപ്പറേഷൻ കാണുന്നില്ല, മുന്നൊരുക്കം കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടോ? നിഷാദ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഈ വൈറൽ പനിയും മറ്റ് അനുബന്ധ രോഗങ്ങളും വ്യാപകമായിട്ട് ആളുകളെ ബാധിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ടും ശക്തിപ്പെടുത്തിയുമൊക്കെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മറ്റ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുമൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ രോഗവ്യാപനത്തിൽ കുറവ് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നവംബർ മാസങ്ങളിലും ഡിസംബർ മാസങ്ങളിലുമൊക്കെ ഈ പറയുന്ന രോഗബാധിതരുടെ എണ്ണം കൂടുമെന്നുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലത്ത് ഈ രോഗം വർദ്ധിക്കുന്നത് പോലെയുള്ളൊരു സാഹചര്യം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. എന്നാൽ 2016 ശേഷം ഈ പനിയുടെ കാര്യത്തിൽ വലിയ ഒരു ഔട്ട് ബ്രേക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിദിനം ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്ന ആളുകളുടെ എണ്ണം, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10,000-ന് മുകളിലാണ്. ഓരോ ആശുപത്രികളിലും 1000-നടുത്ത് രോഗികൾ ഓരോ ദിവസവും ചികിത്സ തേടി എത്തുന്നു എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും അധികം രോഗികൾ മലപ്പുറത്തും കോഴിക്കോട് ജില്ലകളിലുമൊക്കെയാണ്. ഏറ്റവും അധികം രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് 2017 ശേഷം ഏറ്റവും അധികം ഡെങ്കി ബാധിച്ച് മരണമുണ്ടായ വർഷമെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ 2023 2023 ഡെങ്കു ബാധിച്ച് മരിച്ച ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് 2017 കൂടുതലാണ്. അതായത് അത്രയും വർഷത്തിനിടയ്ക്ക് ഏറ്റവും അധികം ഡെങ്കി മരണങ്ങൾ 2023 ഉണ്ടായിരുന്നു. ഇപ്പോൾ അതായത് ഈ 2024 തുടങ്ങി 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം പിന്നിടുമ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് 200-ലധികം ആളുകൾക്ക് ഔദ്യോഗികമായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം സർക്കാർ ആശുപത്രികളിൽ എത്തിയത് 193 ഡെങ്കി മരണങ്ങളാണ് 4-ാം തീയതി വരെ. ഇന്നലത്തെ കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൂടി എടുക്കുമ്പോൾ ഏതാണ്ട് 200-ന് മുകളിൽ ഡെങ്കി കേസുകൾ മാത്രമുണ്ട്. ഈ പറയുന്ന ദിവസങ്ങൾക്കിടയ്ക്ക് ഒരു ഡെങ്കി മരണവും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന എലിപ്പനിയും ബാധിക്കുന്നത്. എലിപ്പനി ഏതാണ്ട് 30-ലധികം പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. H1N1 അതുപോലെ ചിക്കൻ ബോക്സ്, മറ്റ് അനുബന്ധ രോഗങ്ങളും ആളുകളെ ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ബാധിച്ച് ആളുകൾ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുമ്പോൾ ഈ രോഗത്തെക്കാളേറെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഉണ്ടാകുന്ന മരുന്ന് ക്ഷാമമാണ്.